നല്ല ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ വിഭവം ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മസാല ദോശയോ നെയ് റോസ്റ്റോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാണിച്ചു തരാം. ദോശയുടെ കൂടെയൊക്കെ നല്ല കട്ടിയില്ലാത്ത മസാല ദോശയോ നെയ് റോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വിഭവം ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ തേങ്ങയില്ലാത്ത ചമ്മന്തിയാണ് കേട്ടോ. നമുക്ക് കപ്പലണ്ടിയൊക്കെ പീനട്ടൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു ചട്നിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓൾ ബട്ടൺ അമർത്തുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. അപ്പോൾ ഈ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനം മതി കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. നമുക്ക് ഏത് മസാല ദോശയുടെ കൂടെയാണോ നെയ് റോസ്റ്റിൻ്റെ കൂടെയാണോ ദോശയുടെ കൂടെയാണോ ഇഡ്ഡലിയുടെ കൂടെയാണോ എന്ത് വേണമെങ്കിൽ കഴിക്കാം. ഇതിൽ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് തൊലി പൊളിച്ചെടുത്ത കുറച്ച് കപ്പലണ്ടി പീനട്ടാണ്. ഇത് നമ്മുടെ ചനാഡാൽ എന്ന് പറയുമ്പോൾ തുവരപ്പരിപ്പല്ല, കടലപ്പരിപ്പ് കേട്ടോ. അപ്പോൾ ചിലവർ പൊട്ട് കടലയിട്ടുള്ള ചമ്മന്തി, അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 2-3 കൊല്ലമുളക്, ഒരു തക്കാളി. ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി എടുത്തുകൊണ്ട് ഞാൻ കുറച്ച് പുളിയെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അരക്കണം എന്നൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത് ചമ്മന്തി. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിം, അതായത് നമ്മുടെ കടലപ്പരിപ്പൊന്നും കരിയാൻ പാടില്ല, ഒന്ന് ചുവന്ന കളറിൽ വരണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുറച്ച് തീയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കടലപ്പരിപ്പ് ഇട്ടു. എണ്ണ ചൂടായപ്പോൾ ഇതൊന്ന് ഒരു റെഡ് കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പീനട്ട് കപ്പലണ്ടി ചേർക്കാം. നല്ല ടേസ്റ്റായിട്ടോ. അത്യാവശ്യത്തിന് എരിവും നല്ല ടേസ്റ്റുമായിട്ടുള്ള. അപ്പോൾ ഇതിൽ തേങ്ങയൊന്നുമില്ല കേട്ടോ. നമ്മൾ തേങ്ങയൊന്നും ഉപയോഗിക്കുന്നില്ല. തേങ്ങ ഇടാത്ത ചമ്മന്തിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒന്ന് കടലപ്പരിപ്പൊക്കെ ആയതുകൊണ്ട് അത് കറുത്ത കളറായി കഴിഞ്ഞാൽ ചമ്മന്തിയുടെ കളറേ പോകും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ കടലപ്പരിപ്പ് ഇടുന്നുള്ളതുകൊണ്ട് നമ്മൾ പൊട്ടുകടലയൊന്നും ഉപയോഗിക്കുന്നില്ല. പൊട്ടുകടലയിട്ട ചമ്മന്തി ഞാൻ വേറെ കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം. അതിൽ ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പീനട്ട് അങ്ങോട്ട് ഇടാം. തീ വളരെ കുറച്ചാണ് വച്ചിരിക്കുന്നത്. ഇതൊക്കെ തീ കൂടുതലിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അതെ, ഇതൊന്ന് ചുവന്ന് വന്നു കേട്ടോ. വന്നപ്പോഴത്തേക്കും ഞാനിത് ഈ കപ്പലണ്ടി ഇട്ട് കൊടുത്തു. ഇതൊന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും ഒന്ന് വരണ്ട് വരട്ടെ. നമ്മളൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സവാള മതി. ചെറിയ ഉള്ളിയൊന്നും വേണമെന്നില്ല, സവാള തന്നെ മതി. എൻ്റെ കയ്യിൽ ബേബി സവാളയും ഉണ്ട് കേട്ടോ. നമ്മൾ ബ്ലിങ്കിന്നൊക്കെ കൊറിയർ വരുത്തിയപ്പോഴേ സാമ്പാർ സവാള എന്നും പറഞ്ഞ് എഴുതിയത് ഈ ബേബി സവാള കിട്ടുന്നത്. അതല്ല ചെറിയ ഉള്ളിയില്ല. ചെറിയ ഉള്ളിക്ക് മലയാളിക്കട തന്നെ പോകണം. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം പോകണം കേട്ടോ മലയാളിക്കടയിൽ. അപ്പോൾ ഇത് അധികം ഒന്നും വഴണ്ട് വരണ്ട, ഒരു ചെറുതായിട്ട് വഴണ്ട് വന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനൊരു ഈ കൊല്ലമുളക് ഇട്ട് കൊടുക്കുന്നു. ചെറുതായിട്ട് വഴണ്ട് വന്നാൽ മതി കേട്ടോ. ഒരുപാടൊന്നും അങ്ങോട്ട് കരിഞ്ഞ് മുറിച്ചൊന്നും വേണ്ട. ചീനച്ചട്ടി നല്ല ചൂടാണല്ലോ. നമ്മൾ ചെറു തീയിൽ വെച്ചിരുന്നാലും ചീനച്ചട്ടി നല്ല ചൂടാണ്. ഇതൊന്ന് തണുത്തിട്ട് വേണം അരക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ മിക്സിയെല്ലാം കൂടെ പൊന്തി മിക്സിയിലെല്ലാം കൂടെ
പുറത്തേക്ക് തെറിക്കും കേട്ടോ. അപ്പോൾ എല്ലാ സാധനവും ഒന്ന് തണുത്തിട്ട് വേണം അരക്കാൻ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും കൂടെ ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നമ്മൾ ഒരു ടൊമാറ്റോ ഇടുന്നുള്ളതുകൊണ്ട് ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കണ്ടല്ലോ. അപ്പോൾ ടൊമാറ്റോ ഉള്ളതുകൊണ്ട് നമ്മൾ പുളി ഒരുപാട് ഇടില്ല, എന്നാലും ഒരു പുളിയും വേണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. പുളിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പുളി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ ഞാനൊന്ന് തീ ഓഫ് ചെയ്ത് ഇട്ട് കൊടുത്തു. കാരണം ഭയങ്കര നമ്മുടെ ചീനച്ചട്ടി നല്ല ചൂടാണ് കേട്ടോ. അത് കാരണം പതുക്കെ ഇരുന്നത് ഒന്ന് അതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി ഉപ്പ്, അത്യാവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഉപ്പ് നോക്കിയൊക്കെ ഇടണം. അപ്പോൾ ഉപ്പ് കൂടുതലായ ചമ്മന്തി കഴിക്കാൻ പറ്റില്ല. ഞാൻ ബ്ലാക്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ ബ്ലാക്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ട് ഒന്ന് ഇളക്കി ആ ടൊമാറ്റോ ഒന്നും കൂടെ ഇതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളിതുപോലെയൊക്കെ വീട്ടിലൊന്ന് പരീക്ഷിക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെറു തീയിലൊക്കെ വേണം ഇടാൻ. ഭയങ്കര ലോ ഫ്ലെയിം, ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. കരിഞ്ഞ് മുറിച്ചൊന്നും എടുത്താൽ ശരിയാകത്തില്ല. അപ്പോൾ അത് നമ്മുടെ ടൊമാറ്റോയൊക്കെ നല്ലവണ്ണം ഞാനിതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുന്നു. ഞാൻ നമ്മുടെ ഇതിലൊന്നും സ്റ്റീൽ പാത്രത്തിലേക്ക് ഒന്ന് തണുക്കാൻ വെക്കുന്നു കേട്ടോ. എന്നിട്ട് അരക്കത്തുള്ളേ. അപ്പോൾ ഇത് ഭയങ്കര ചൂടാണ്. ഈ ചൂടിലൊക്കെ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ അരക്കരുത് കേട്ടോ. അരച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ നിന്നൊക്കെ നമ്മൾ ചൂട് കാരണം പൊന്തിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പുറത്തേക്കൊക്കെ എല്ലായിടവും തെറിക്കുക. ഇച്ചിരി തണുത്തതിന് ശേഷം ഇത്തിരി തണുത്തിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അരയ്ക്കും. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിത് ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരക്കുന്ന കേട്ടോ. വെള്ളം ചേർക്കുന്നില്ല അധികം. നമ്മൾ ആ ടൊമാറ്റോയുടെ വെള്ളവും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ അരക്കുന്നത്. അത്യാവശ്യത്തിന് ഈ നമ്മൾ മിക്സി കഴുകിയിട്ട് ഒത്തിരി വെള്ളം ഉണ്ടാവില്ലേ, അതായത് ഒരു കുഴമ്പ് രൂപത്തിലാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ അരക്കാനുണ്ട്. അപ്പോൾ ഞാനത് ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് അത്യാവശ്യത്തിന് വെള്ളം ചേർത്ത് അരക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കരുത്. കാരണം നമ്മുടെ ഈ ടൊമാറ്റോ ഇട്ടുണ്ട്, ടൊമാറ്റോയുടെ ഇതൊക്കെയുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ നല്ലവണ്ണം അരച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ഈ ഒരു പാകത്തിന് വേണം അരക്കാൻ കേട്ടോ. അപ്പോൾ ചിലവർക്ക് വെള്ളം കൂട്ടി അരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ്. അപ്പോൾ കുറച്ച് വെള്ളം, ഈ ചമ്മന്തി ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം എടുക്കാൻ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഞാനിപ്പോൾ ഈ മിക്സിയിൽ തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ മിക്സിയിൽ ആ വെള്ളമുണ്ട് അതങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുഴമ്പ് രൂപത്തിലാണ് എടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഒരുവിധം വെള്ളം ചേർക്കാമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടാണ് ഞാൻ അരച്ചത്. ഇത് കണ്ടോ. ഇനി നമുക്കൊന്ന് കടുക് താളിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ ജാറിലിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ജാറിലിട്ട് അരക്കാം. എൻ്റേത് ഇത് ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ട് അരച്ചത്. നിങ്ങൾക്ക് ചെറിയ ജാറിലാണെങ്കിൽ പൊന്തി പുറത്തേക്ക് വരാതെ നോക്കണം കേട്ടോ, ചെറിയ ജാറിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ എണ്ണ ഇട്ടു, ചീനച്ചട്ടിയിൽ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം അതുപോലെ നമ്മൾ കടുക് അടിക്കുന്നത് പോലെ കൊല്ലമുളക് ഇട്ട് കൊടുക്കുന്നു. ഇതിന് കറിവേപ്പില ഇടണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. നല്ല ചമ്മന്തിയാണ് കേട്ടോ. ദോശയ്ക്കും റോസ്റ്റിനും മസാല ദോശയ്ക്കും എല്ലാം പറ്റിയതാണ് കേട്ടോ. ചോറിന് വേണമെങ്കിൽ ചോറിന് കഴിക്കാം. അപ്പോൾ ഞാനിത് ചീനച്ചട്ടിയിൽ കടുക് അടിച്ചത് ഇതിലേക്ക് ഇടുന്നു. അപ്പോൾ ഒരു കയ്യിൽ വീഡിയോ ഒക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല രസമുള്ള ചട്നിയാണ്. ചട്നികൾ പലതരത്തിൽ നമുക്കുണ്ടാക്കാം. പിന്നെ
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ ഇരിക്കാറുണ്ട് കേട്ടോ, ലൈവ് സ്ട്രീമിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവിലേക്ക് കയറി വരണം. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ കയറി വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയായി, കണ്ടല്ലോ, ഇത് കണ്ടില്ലേ, നമ്മൾ തേങ്ങയൊന്നും ഇടാത്ത ചമ്മന്തിയാണേ, കണ്ടല്ലോ നിങ്ങൾ, തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഈ ചട്നിയൊക്കെ വീട്ടിലൊന്ന് പരീക്ഷിക്കുക കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട്, എൻ്റെ പെറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം, കുക്കിംഗ് വീഡിയോ എടുത്താലും എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയും എല്ലാം ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റാണ്, കൈ കടിച്ച് പോയി ചട്നി ഉണ്ടാക്കുന്നത്. നമ്മൾ പൊട്ടുകടലയൊന്നും ഇട്ടിട്ടില്ല, തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് അത് വരാം. അതുവരേക്ക് ബൈ.